ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്. നമ്മൾ റോബോസൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പാണ്. അപ്പോൾ ഇത് ഞാൻ അൺബോക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പാർട്സ് ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിൽ 1 ഇയർ വാറൻറ്റി ഉണ്ട്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലെന്തൊക്കെയാണോ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇതായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു താങ്ക് യു കാർഡ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തൊരു കാർഡ് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന നമുക്ക് ഡൗട്ടുള്ള കുറേ ക്വസ്റ്റ്യൻ കാണുമല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യനും ആൻഡ് ആൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഓരോ പാർട്ടായിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഇത് കാണിക്കുന്നത് ഇതൊരു ഡസ്റ്റ് ക്യാപ്പാണ്, പൊടിയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെയുള്ളത് മോട്ടർ. നമ്മൾ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ അത് ഓണാകും. പിന്നെ നമുക്ക് മോഡ് മാറ്റാൻ പറ്റും കേട്ടോ. 9 ലെവൽ വരെ നമുക്കിത് കൂട്ടാൻ പറ്റും, ദെൻ അത് കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഈ മോട്ടർ മാറ്റുമ്പോൾ അതിൻ്റെ അടിഭാഗത്തൊരു ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് ഡയഫ്രാം എന്ന് പറയും കേട്ടോ. പിന്നെ വരുന്നത് ബ്രസ്റ്റ് ഷീൽഡാണ്. പിന്നെ അതിനെ കണക്റ്റ് ചെയ്തതിന് വാൽവെന്ന് പറയും കേട്ടോ, അതും വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ മിൽക്ക് കളക്ട് ചെയ്യുന്നൊരു കപ്പാണ്. ഇതിൽ നമുക്ക് മെഷർമെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. 150 വരെയാണ് കേട്ടോ മെഷർമെൻറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചാർജറിൻ്റെ കേബിളും വരുന്നുണ്ട്, സി ടൈപ്പാണ്. പിന്നെ എക്സ്ട്രാ അതിൻ്റെ പാർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ വരുന്നൊരു വൈറ്റ് കളർ ഉണ്ടല്ലോ, അതിൻ്റെ പേര് സിലിക്കോൺ സ്റ്റോപ്പർ എന്ന് പറയട്ടോ. നമ്മൾ മിൽക്ക് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മോട്ടർ മാറ്റിയതിന് ശേഷം നമ്മൾ അടിഭാഗത്ത്, അതായത് നമ്മളിങ്ങനെ നേരെ വെക്കുമ്പോൾ അടിഭാഗത്തൊരു ഹോള് പോലൊരു ഇത് വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് വെച്ചതിന് ശേഷം മുകൾ ഭാഗത്തുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, മിൽക്ക് ഫീഡിംഗ് ബോട്ടിൽ കളക്ട് ചെയ്യണം. പിന്നെ വരുന്നൊരു പാർട്ടാണ് ഇതിന് സിലിക്കോൺ ഇൻസെർട്ട് എന്ന് പറയും. ഇത് 2 എണ്ണം വരുന്നുണ്ട്. ഒന്ന് 90 mm ഒന്ന് 22 mm. അപ്പോൾ നമുക്ക് ഏതാണ് സ്യൂട്ടാവുന്നത് അത് നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിത് ബ്രസ്റ്റ് ഷീൽഡിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കളക്ട് ചെയ്യുന്ന കപ്പ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അതിൻ്റെ അകത്തൂടെ നമുക്ക് കാണാൻ പറ്റും. അത് കറക്റ്റായിട്ട് രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ബ്രസ്റ്റ് ഷീൽഡിനെ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് മിൽക്ക് കളയാൻ ചാൻസ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മോട്ടർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മുടെ ബ്രസ്റ്റിലോട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അത് ഓണാക്കുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ നമുക്ക് മോഡ് അനുസരിച്ച് നമുക്ക് മാറ്റാം. ഫസ്റ്റ് ഒരു മസാജ് മോഡാണ് വരുന്നത്. പിന്നെ നമുക്കൊരു സെക്കൻഡ് മോഡ് വരുന്നുണ്ട്, അതാട്ടോ യൂസ് ചെയ്യുന്നത് ബെറ്റർ. പിന്നെ നമുക്ക് 9 ലെവൽ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാം. 2 ലൈൻ പോലെ കാണുന്നത് ചാർജറിൻ്റെ കട്ടയാണ്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് 2 മന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലിയാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിത് കൊണ്ടുപോകുന്ന ഇങ്ങനെ വെയിറ്റ് ഒന്നും ഇല്ല ഇത് നമുക്ക്. പിന്നെ നമുക്കിത് ഒരു ടൈമിൽ നമുക്ക് ചാർജ് ചെയ്ത് നമുക്ക് ഒരു ഡേ ഫുള്ള് നമുക്കിത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 3000 ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുള്ളൊരു പർച്ചേസ് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.